ഹലോ ഹായ് എല്ലാവർക്കും ഈ കോഡോണിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ 8, 9, 10 എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ മുഖപ്രസംഗം. എന്താണ് ആ മുഖപ്രസംഗം? മുഖപ്രസംഗത്തിന് ഇനി മാർക്ക് കുറയാൻ പാടില്ല. എന്താ മുഖപ്രസംഗം? മുഖപ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഡിറ്റോറിയലാണ്. എന്താണ് എഡിറ്റോറിയൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പത്രത്തിൻ്റെയൊക്കെ സെക്കൻഡ് പേജിലൊക്കെ ഇങ്ങനെ സൈഡിൽ റൈറ്റ് സൈഡിലും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നീളത്തിൽ ഇങ്ങനെ ഒരു കോളത്തിനകത്ത് കാണും എഡിറ്റോറിയൽ. ഒരാളുടെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് എന്ത്? എഡിറ്റോറിയൽ. അപ്പം മുഖപ്രസംഗം എന്നും ക്വസ്റ്റ്യൻ വരാം, എഡിറ്റോറിയൽ എന്നും വരാം. ഈ മുഖപ്രസംഗം എന്ന് കേൾക്കുമ്പം എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പ്രസംഗം. അങ്ങോട്ടും ഇങ്ങ് എഴുതി വെക്കുക പ്രഭാഷണം പോലെ അങ്ങനെയല്ല. ഇത് മുഖപ്രസംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എഡിറ്റോറിയൽ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ മുഖപ്രസംഗം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പറയട്ടെ. മുഖപ്രസംഗത്തിന്റെ ഘടന, എഡിറ്റോറിയലിന്റെ ഘടന എന്താണെന്ന് നോക്കാം. ഉചിതമായ എന്ത് വേണം? തലക്കെട്ട് വേണം, നല്ലൊരു ഹെഡിങ് വേണം, ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് വേണം. എന്താണോ വിഷയം അതിനെ സംബന്ധിച്ച് നല്ലൊരു ഹെഡിങ്ങോടുകൂടി നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയം, നിങ്ങൾക്ക് ഹെഡിങ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ കാണും. ഇതൊക്കെ എപ്പോഴും 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതൊക്കെ എത്ര? 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ആമുഖം. ഈ ആമുഖത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന പല കാര്യങ്ങളും എഴുതാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പം 10ാം ക്ലാസ് സ്റ്റുഡൻസിന് മലയാളം 2-നകത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ അല്ലെങ്കിൽ പോട്ടെ 10ലെ മൊത്തത്തിൽ, അതായത് മലയാളം സെക്കൻഡിനകത്ത് കൂടുതലും പറയുന്നത് ബന്ധങ്ങളുടെ വിലയെക്കുറിച്ചാണ് അല്ലെ. ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. ആത്മത്തൊട്ടിൽ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പ്ലാവിലക്കഞ്ഞി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അമ്മയുടെ എഴുത്തുകൾ, അങ്ങനെ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ മലയാളം 2-നകത്ത് പഠിക്കുന്നുണ്ട് 10ലെ സ്റ്റുഡൻസ്. അപ്പം അങ്ങനെ അപ്പം പൊതുവായിട്ട് ഒരു 6 മാർക്കിന് ഒരു എഡിറ്റോറിയൽ പറയുവാണ് ബന്ധങ്ങളുടെ വിലയെക്കുറിച്ചാണ് ഒരു എഡിറ്റോറിയൽ ചോദിക്കുന്നതെങ്കിൽ ബന്ധങ്ങളുടെ വില എന്നത് എന്താണെന്ന് ആമുഖത്തിൽ എഴുതണം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കൂട്ടുകാർ, അങ്ങനെ വരണ എല്ലാം എന്താണ്? ബന്ധങ്ങളാണ്. അത് എന്താണെന്ന് കൃത്യമായിട്ട് ബന്ധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ എഴുതണം ആമുഖത്തിൽ. ബന്ധങ്ങൾ മനസ്സിലായോ? സ്നേഹബന്ധം. അപ്പം ഈ സ്നേഹബന്ധങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് പഴയ പോലെ ഒരു കൂട്ടുകുടുംബം, അണുകുടുംബം, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ആമുഖത്തിൽ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചിട്ട് ഒരു ശകലം മതി, ഒരു 4 സെന്റൻസോളം മതിയായിരിക്കും, 4-5 സെന്റൻസോളം ആമുഖത്തിൽ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വരുന്ന ആശയ ക്രമീകരണമാണ്. ചോദ്യത്തിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണോ അതിന് കൃത്യമായിട്ട് ഉത്തരം എഴുതുക. ബന്ധങ്ങളുടെ വില ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നു എന്നാണെങ്കിൽ ഇന്ന് എത്രത്തോളമാണ് നിലനിൽക്കുന്നത്? അണുകുടുംബം ആയ അന്ന് മുതൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ലോകമാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നൊരു വില ഒരു പ്രായം കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിന് ഇല്ല അല്ലെ. അതെന്താണ്? അവരവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥ താല്പര്യമുള്ളവരായിട്ട് മാത്രം ജീവിക്കുന്നവരാണ്. ഒരു തന്നെ നിൽക്കാൻ പ്രായമായി കഴിയുമ്പോൾ അച്ഛനെന്നോ അമ്മയെന്നോ ഒന്നും നോക്കാതെ അവരെ ഒറ്റപ്പെടുത്തി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എന്ത് എഴുതാൻ പറ്റും? നിങ്ങളുടെ പാഠഭാഗങ്ങളിലെ പല കാര്യങ്ങൾ എഴുതാൻ പറ്റും. സമൂഹത്തിൽ നടക്കുന്ന പല ന്യൂസുകളെ പറ്റി നിങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ പറ്റും. അപ്പൊ അതാണ് സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ സമകാലിക സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറുതല്ല വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ. അച്ഛനെന്നോ അമ്മയെന്നോ ഇല്ലാതെ എല്ലാവരെയും നമുക്ക് ഈ അടുത്തിടെ തന്നെ നമുക്ക് പല ന്യൂസുകൾ നമ്മൾ കണ്ടുപോരുന്നതാണ്. അച്ഛനെ അമ്മയും വെട്ടിക്കൊല്ലുക, അതുപോലെ തന്നെ സ്കൂളിൽ അതായത് അമ്മയോടും അച്ഛനോടുള്ള വാശിക്ക് ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതായത് അച്ഛനും അമ്മയും എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ ആ കുട്ടികൾ ശ്രമിക്കുന്നില്ല. കുറച്ച് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുറച്ച് മുതിർന്നവരിലേക്ക് വരികയാണെങ്കിൽ സ്വത്തുക്കളുടെ പേരിൽ അച്ഛനെയും അമ്മയും വെട്ടിക്കൊലപ്പെടുത്തുന്നു, പൂട്ടിയിടുന്നു, അനാഥാലയങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബന്ധങ്ങളുടെ സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കി എഴുതേണ്ടതിനകത്ത് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആർജവമുള്ള ഭാഷ. എന്താണ് ആർജവമുള്ള ഭാഷ? നമ്മുടെ സംസാര ഭാഷയായിരിക്കരുത്, പത്രമാണ്, അച്ചടി ഭാഷയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്? നമ്മൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എഴുതേണ്ടത്. നല്ല ഭാഷയായിരിക്കണം, നല്ല ഭാഷ കൈകാര്യം ചെയ്യണം. അതായത് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. കൈയക്ഷരം പലർക്കും പല രീതിയിലായിരിക്കാം, പക്ഷെ വായിക്കാൻ പറ്റണം. അകത്തി ഓരോ വേർഡ്സ് കഴിയുമ്പോഴും അകലം പാലിച്ചെഴുതുക. അതുപോലെ തന്നെ വായിക്കാൻ പറ്റണം നന്നായിട്ട്. നല്ല ഭാഷയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. സ്വന്തം കാഴ്ചപ്പാട് അവതരിപ്പിക്കണം. ഇതെവിടെയാണെന്നറിയാവോ? ഇത് കൺക്ലൂഷനകത്ത് വരുമ്പോഴാണ്
എന്താണ് കൺക്ലൂഷനകത്ത് വരുമ്പം സ്വന്തം കാഴ്ചപ്പാട്, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായം അവിടെ രേഖപ്പെടുത്താം കൺക്ലൂഷനിൽ. മനസ്സിലായോ? 3 പാരഗ്രാഫ് 6 മാർക്ക് വരുമ്പോൾ നമ്മൾ എത്ര പാരഗ്രാഫ് വേണം? 3 പാരഗ്രാഫ് വേണം. അതൊരിക്കലും മറക്കാൻ പോകരുത്. പിന്നെ മറക്കരുത് കണ്ണിക തിരിച്ച് സംശയം, അതാണ് 3 പാരഗ്രാഫ് വേണം എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഉപസംഹാരം നമ്മൾ പറഞ്ഞു, കൺക്ലൂഷൻ എങ്ങനെയാണ്, സ്വന്തം കാഴ്ചപ്പാട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചെഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാം. മനസ്സിലായോ? അതായത് നമ്മൾ നല്ലൊരു ഹെഡിങ്, ഒരു കോളമൊക്കെ തിരിച്ചെഴുതി കഴിഞ്ഞാലുണ്ടല്ലോ പൊന്നു മക്കളെ, ഇങ്ങനെ കോളമൊക്കെ തിരിച്ച് ഹെഡിങ് ഒക്കെ എഴുതി ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആമുഖം എഴുതുന്നു, പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കോളം തിരിച്ച് കൃത്യമായിട്ട് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിൽ നിന്ന് 1.5 മാർക്ക് നിങ്ങളെ വിട്ടു പോകത്തില്ല. അതായത് 3 പാരഗ്രാഫ് തിരിക്കുക, ഹെഡിങ് കൊടുക്കുക, ആമുഖം കൊടുക്കുക, ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾ സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കി നിങ്ങൾ ഉത്തരം എഴുതുക, കൺക്ലൂഷൻ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, സബാഷ്, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി ഇത് മറക്കരുത്, എഡിറ്റോറിയലും മുഖപ്രസംഗവും ഒന്നാണെന്നും മറക്കരുത്. മുഖപ്രസംഗം എന്ന് കേട്ടിട്ട് പ്രസംഗമാണെന്ന് വിചാരിച്ച് മനസ്സായ നമസ്കാരം കയറ്റി എഴുതരുത്. അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. എളുപ്പത്തിൽ 6 മാർക്ക് സ്കോർ ചെയ്യുക. ടിപ്സ് മനസ്സിലായല്ലോ? അതായത് എഡിറ്റോറിയലിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ ടിപ്സ് മനസ്സിലായാലും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായാലും ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. വേഗം തന്നെ എക്സാം എഴുതുക, മാർക്ക് മേടിക്കുക. ഇത്രയേ ഉള്ളൂ. ബൈ.